ഹായ് വിവേഴ്സ്, നമുക്കിന്ന് ദുബായ് ഓഫീസിൽ ഒരു വിശിഷ്ട അതിഥി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസുകൾ ഞാൻ ഒരുപാട് കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. സാമ്പത്തിക രംഗത്ത് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാത്തവരായിട്ട് കുറവായിരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡിലോയിറ്റ്, അതുപോലെ KPMG, ഏണസ്റ്റ് ആൻഡ് യങ് അങ്ങനെ തുടങ്ങി ബിഗ് 10 നിൽക്കുന്ന കമ്പനികളിൽ ഒരുവിധം കമ്പനികളിലൊക്കെ സീനിയർ പൊസിഷനിൽ ഇരുന്നിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരുപാട് നമുക്ക് അറിവുകൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന 2-3 വീഡിയോസുകളിലൂടെ നമുക്ക് കാണാം. സാർ, ആദ്യമായി ചോദിക്കാനുള്ളത്, സാറ് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഈ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, NRIസിനോട് കൊടുക്കുന്ന ഒരുപാട് ഉപദേശമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം ഞങ്ങൾ ഇവിടെ മലയാളി ബിസിനസ്സുകാർ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ്, നാട്ടിൽ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബിസിനസ് രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും വീടുകൾ ഉണ്ടാക്കുന്നു, വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നു, അതല്ലെങ്കിൽ പിന്നെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിലേക്ക് പണം കൊടുക്കുന്നു. അതിൻ്റെ അപ്പുറത്തോട്ട് തൊഴിൽ സാധ്യത കൊടുക്കുന്ന മേഖലകളിലേക്കുള്ള ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ പ്രവാസി നിക്ഷേപം ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ കുറവാണ്. സാറിന് എന്തുകൊണ്ടാണ് അത് കുറവെന്ന് തോന്നിയിട്ടുള്ളത്? ആളുകൾക്ക് അങ്ങനെ ഒരു ഭയമുണ്ടോ NRIസിന് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ? അല്ല, NRIസ് മറ്റുള്ള ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതെ, നമ്മൾ കാണുന്നത് കേരളത്തിലുള്ള ഒരു കൾച്ചറിൽ NRI തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നത് പല ബിസിനസ്. പക്ഷെ ഇവരാരും ആക്റ്റീവ്ലി ഇൻവോൾവ് അല്ല. അതായത് ഞാനൊരു ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു റിട്ടേൺ കിട്ടുന്നു എന്ന രീതിയിൽ തന്നെ പല ബിസിനസ്സുകളിൽ NRIs ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അല്ലാതെ ഈ NRI ബിസിനസ് നടത്താൻ ടെക്നിക്കലി നാട്ടിൽ തന്നെ പോകണം. ഇല്ലെങ്കിൽ നോർമലി നമ്മൾ കാണുന്നത് ഗൾഫ് രാജ്യങ്ങൾ NRIസിന്റെ ബിസിനസ്സിന് അവർക്ക് നാട്ടിൽ ഒരു ബാക്ക് ഓഫീസ് ഉണ്ടാവും. ആ ബാക്ക് ഓഫീസിൽ എംപ്ലോയ്മെന്റ് പോസിബിലിറ്റി ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ വീടുകളുടെ കേസിലായാലും, ഇപ്പോൾ ഇവിടെ UAE ഇപ്പോൾ 100% ഓണർഷിപ്പ് കമ്പനികൾ വരുന്നു, ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് വരുന്നു. ഞാനൊക്കെ സുഹൃത്തുക്കളുടെ ഹൗസ് വാമിങ് ദുബായിൽ ഒരുപാട് അറ്റൻഡ് ചെയ്യുന്നതാണ്. സാറിന് ഇവിടെ കുറച്ച് ദിവസം നിന്നാലേ മലയാളികളുടെ വീട് കണ്ടാൽ ഞെട്ടിപ്പോകും. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് അധികം എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസോർട്ട് മേഖലയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നേരത്തെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, ഒരുപാട് പേർക്ക് ജോലി സാധ്യതയുള്ള ബിസിനസ്സിൽ നേരിട്ട് NRIs ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടാക്സ് ഇളവുകൾ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിലൂടെ. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓക്കെ, പ്രത്യേകിച്ചിട്ട് ബിസിനസ് നടത്തുമ്പോഴേ നമ്മൾ നാട്ടിൽ ബിസിനസ് നടത്തുമ്പം ലീഗൽ സ്ട്രക്ചർ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പാർട്ട്ണർഷിപ്പ് ഫേം, ഈ ഒരു സ്ട്രക്ചറിലാണ് എല്ലാവരും. അങ്ങനെ ലീഗൽ സ്ട്രക്ചറിൽ പ്രത്യേകിച്ചിട്ട് NRI അല്ലോ റെസിഡൻ്റ് എന്നുള്ള ഡിഫറൻസ് ഒന്നുമില്ല. ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിക്ക് എന്താണോ ടാക്സിനുള്ള ഇളവുകൾ അത് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ഈ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ഇൻവെസ്റ്റർ മാത്രമായിട്ടാണ്. ആൾ ബിസിനസ് നടത്തില്ല കേട്ടോ, ആളുടെ റോൾ ഇൻവെസ്റ്ററാണ്. ഓക്കെ, അതായത് അത് 2 ടൈപ്പിലാണ്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ഒരു നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ ഒരു NRI പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ കിട്ടുന്ന ഇളവുകളെ കുറിച്ച് പ്രത്യേകിച്ച് ഇളവുകളൊന്നും ഇല്ല. സാധാരണ ഒരു റെസിഡന്റ് എങ്ങനെയാണോ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ കിട്ടുന്നത് അതുപോലെ തന്നെ NRIസിന് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? ഒന്നിക്കൽ ഇൻട്രസ്റ്റ് ഇൻകം ആയിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ LLP ആണെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ആയിരിക്കും. മിക്കപ്പോഴും എല്ലാവർക്കും കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആയിരിക്കും. അതാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ കിട്ടുന്നത് ഈ പ്രോഫിറ്റ് ഷെയർ കഴിഞ്ഞാൽ കിട്ടുന്ന പൈസയ്ക്ക് ടാക്സ് ഇല്ല. അതിൽ പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ആളുകൾ ഈ പലിശ എന്നുള്ളത് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ മുസ്ലിം അങ്ങനെ പലിശരഹിത ബാങ്കുകൾ ഇപ്പോഴും ആയിട്ടില്ല, വരുന്നു പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പലിശ ഇല്ലാത്ത രീതിയിൽ വെറും ഇങ്ങനെ ടെൻഷൻ ഇല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ്? മ്യൂച്വൽ ഫണ്ടിലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് സാധ്യത? സാറിൻ്റെ ഒരു അഡ്വൈസ്. മ്യൂച്വൽ ഫണ്ട് ഈസ് എ ബെറ്റർ ഓപ്ഷൻ. മ്യൂച്വൽ ഫണ്ട് നല്ല ബെറ്റർ ഓപ്ഷൻ. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു പുതിയ ഇൻകം ടാക്സിന്റെ നിയമപ്രകാരം നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ ടാക്സ് റേറ്റ് 12.5% ആണ്. അതായത് 20% നിന്ന് 12.5% ആക്കി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രാക്ടിക്കലി ഒരു NRIസിന് അല്ലെങ്കിൽ ഒരു മുസ്ലിം അവർക്ക് ഷെയറിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നോക്കി ചെയ്യാൻ നിങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് ഗൈഡൻസ് കൊടുക്കാറുണ്ട്. നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ നമ്മൾ ഫൈനാൻഷ്യൽ അഡ്വൈസറി ചെയ്ത് കൊടുക്കാറുണ്ട്. സാർ, ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുമ്പോഴേ സാറിന് ഇപ്പോൾ NRI ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ബിസിനസ് മേഖലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ, ഞാൻ നേരത്തെ റിസോർട്ടൊക്കെ പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും ഒരു വളരെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സാധ്യത ഇപ്പോൾ കേരളത്തിൽ പറയാൻ പറ്റും? അല്ല, ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിൽ ഒരുപാടുണ്ട്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലത്തെ കൺസ്യൂമർ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. അതിൽ അതേപോലെ തന്നെ റിസ്ക്കും ഉണ്ട്.
ഓപ്പർച്യൂണിറ്റി. അപ്പം നമ്മൾ നോർമലി കേരളത്തിൽ വന്ന് കാണുന്ന ആൾക്കാർ വന്നിട്ട് മന്തി റെസ്റ്റോറൻറ്റ് തുടങ്ങും. അതാണ് കൂടുതൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ അങ്ങനെ, അതായത് വേറെ ഓൾറെഡി തുടങ്ങിയ അതിൻ്റെ കോപ്പി പേസ്റ്റ് സംഭവിച്ചാൽ. അതിനെക്കാട്ടും വളരെ ഇമ്പോർട്ടൻ്റ് എനിക്ക് പറയാനുള്ളത്, ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടും വളരെ ഇമ്പോർട്ടൻ്റ് നമുക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെ ആവശ്യമാണ്. ഓക്കെ. അതായത് നമ്മൾ ഇവിടുന്ന് ഏൺ ചെയ്യുന്ന പൈസ നാട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നാട്ടിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കും ഈ പൈസ എവിടുന്നാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. ഓക്കെ, അതിൻ്റെ സോഴ്സ് മിക്കപ്പോഴും ആൾക്കും കാണിക്കൊഴും പറ്റാറില്ല. ഓക്കെ. സോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചുമ്മാ പറയാൻ പറ്റത്തില്ലല്ലോ. ഒന്നിക്ക് എംപ്ലോയ്മെൻറ്റ് ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ആയിരിക്കും. മിക്കപ്പോഴും ഇവിടെ മിക്ക ആൾക്കാർക്കും ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ഒന്നും ഉണ്ടാവില്ല. ഇൻഡിവിജ്വൽ ലെവലിൽ ഏൺ ചെയ്യുന്നത്. നാട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ 100 കോടി ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ആ 100 കോടി നിങ്ങൾ എങ്ങനെ ലീഗലി എങ്ങനെ ഉണ്ടാക്കി എന്നതിന് പ്രൂഫ് കൃത്യമായ ഇൻകം proof. ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ കൊടുക്കേണ്ടി വരും. കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെതായ ടാക്സ് കോൺസിക്വൻസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന വീഡിയോകളിലൂടെ ഈ NRIs ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇനിയും സാറിൻ്റെ വീഡിയോസ് കാണാം. സ്റ്റേ ട്യൂൺഡ്.